രാവിലെ 5 മണിയാട്ടോ. ഇത് 5 മണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടുത്തെ രാവിലെ 5 മണിയാട്ടോ ഇത്. അപ്പം ഞാനൊരു ട്രക്കിങ്ങിന് പോവാണ്. ഈ മലേൻ്റെ മുകളിലേക്കാണ് കയറാനുള്ളത്, അതിൻ്റെ അപ്പുറത്ത്. ഓക്കെ, ഇത് കയറി ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോകണം. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസിൽ എൻട്രി കൊടുത്തിട്ട് ഞാൻ പോവാട്ടോ. ഓക്കെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാലും അറിയില്ല കുറച്ച് കഴിയുമ്പോൾ എന്താന്ന്. നമുക്കൊരു 3 മണിക്കൂർ കയറാനുണ്ടാകും കേട്ടോ. ആരുമില്ല കേട്ടോ. സമാധാനം. ഒരു മനുഷ്യനുമില്ല, ഒരു ജീവിയില്ല. ജീവികൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും പോയി നോക്കാം. രാവിലെ 5 മണിക്ക് ഇത്ര വട്ടം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു തലയോട്ടി ഇട്ടിട്ടോ. കുരങ്ങനെയാ തോന്നുന്നല്ലേ. പല്ലുണ്ട്. പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല കേട്ടോ. വേറെ വഴിയുണ്ടോ അറിയില്ല. ഞാനങ്ങ് കയറി പോവാണ്, അറിയില്ല, നോക്കാം. യോധേര ജഗതിൻ്റെ അവസ്ഥയെ, ഈ ഫോറസ്റ്റ് ഫുള്ള് കാടാണല്ലോ പറഞ്ഞ അവസ്ഥയെ. വഴിയൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ വെറുതെ അരിയിലും ചാടിക്കയറും, വഴിയൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, ഈ മുകളിലേക്ക് ഇഷ്ടംപോലെ കയറാനുണ്ട്. ഏട്ടൊക്കെ ഒന്ന് കയറാം. ഇത് ഞാൻ വൃത്തിയാക്കി വീട്ടിലേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസർ വിടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. സാധനം കൊള്ളാം. നമ്മൾ വന്ന വഴി കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളെ വണ്ടി ഉള്ളത്. ഇവിടെ നോക്കി ഒരു വൈറ്റ് വില കാണാൻ വണ്ടി. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ആ കോർണറിൽ കണ്ട കുറച്ച് ടെൻ്റ് കണ്ട. അവിടെയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ട്രക്കിങ്ങിന് പോയി. ചെറിയ സ്മോൾ ട്രക്കിങ് കേട്ടോ. ഓ, നമ്മളിവിടെ എത്തി. മൊത്തം 6 കിലോമീറ്ററേ ഉള്ളത് കയറാൻ. ബാക്കി കയറി നോക്കാം. ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഇവിടെ എന്തായാലും വരണം കേട്ടോ. നാട്ടിപ്പ അടിപൊളി ട്രക്കിങ്ങാണ്. വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസാണ്. കുരങ്ങൻ കയറുന്നാലും അതിലെല്ലാം പിടിച്ച് കയറണം. അടിപൊളിയാണ്. വഴി അതിലും ഉണ്ടെന്ന് തോന്നട്ടോ. എനിക്കൊന്നുമില്ല, മറ്റേ ഹോഴ്സ് റൈഡിങ് പോലെ പരിപാടി ഉണ്ട്. കുതിരപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും മുകളിലേക്ക്. ബട്ട് നമുക്ക് പിന്നെ കുതിരേൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് എത്തിയിട്ടത്, കുറച്ചും കൂടി ഉള്ളൂ. അതുകൊണ്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. വഴിയെല്ലാം നമ്മൾ ഉണ്ടാക്കലാണ്, വഴിയൊന്നുമില്ല. വല്ല മരത്തിൻ്റെ വേരും കല്ലെല്ലാം പിടിച്ച് കയറും, അത്ര തന്നെ. ഉരുണ്ട് പോയാൽ താഴെ കിടക്കും കേട്ടോ. ഓൾമോസ്റ്റ് ടോപ്പിലെത്തി വിചാരിക്കുന്നു. അമ്മേ, അടുത്ത ആഴ്ച ഒരാഴ്ച കൊണ്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ ആഴ്ച ലീവ് എടുത്തിട്ട് കേദാർനാഥ് ട്രക്കിങ് ചെയ്യാനാണ് പ്ലാൻ കേട്ടോ. ഒരു 1 വീക്ക്. അങ്ങനെ നമ്മൾ മുകളിലെത്തിട്ടോ. അയ്യോ, കുറച്ച് നടന്നു കാണാനുണ്ട്, നടന്നു നോക്കാം. ഒറിജിനൽ വഴി കിട്ടേട്ടാ. എന്താ അതിലാണ് ഒറിജിനൽ വഴി. കുറച്ചും കൂടെ പോകാനുണ്ട്. ഇതല്ല പീക്ക്. പീക്ക് എന്ന് പറയുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഞാൻ വിചാരിച്ചു 3 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ വരെ എടുത്തില്ലല്ലോ. എന്താ സൗണ്ട്, പക്ഷികളെല്ലാം കരയുന്ന സൗണ്ട് അല്ലാണ്ട് വേറെ ഒരു സൗണ്ട് ഇല്ല. സമാധാനം. ഒരു വഴി പോലെ കാണുന്നുണ്ട്. ഞാൻ അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടാണോ അതോ ഇവർ ലോക്കൽസ് വല്ലതും വിറക് പൊട്ടിക്കാനാണോ മോനെയാണോന്നും അറിയില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം.
കൂട്ടിന് ചാത്തനുണ്ടല്ലോ. എവിടെയോ എത്തി, വഴിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ആ ഡയറക്ഷനാണ് പോകണ്ടെന്ന് തോന്നട്ടാ. ഒന്നുമില്ല, നോക്കാൻ നെറ്റ്വർക്ക് കാര്യം ഒന്നുമില്ല. എന്തായാലും നമുക്ക് ആ ഡയറക്ഷനിൽ പോയി നോക്കാം. ഇതിൽ വഴിയെല്ലാം കാണുന്നുണ്ട്. വഴിയെല്ലാം കഴിഞ്ഞട്ടാ. ഇനി അങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു പിടിയില്ല. എന്താ മുകളിലേക്ക് ഉണ്ട്. മുകളിലേക്ക് കയറാണെങ്കിൽ വഴിയൊന്നും കാണുന്നില്ല. എങ്ങനെയും പിടിച്ച് കയറണം. മൃഗങ്ങളൊന്നുമില്ല കേട്ടോ, ഒന്നിനും കണ്ടില്ല ഇതുവരെ. കുരങ്ങനുണ്ട്, പിന്നെ മയിൽ, അങ്ങനെ കുറച്ചെണ്ണത്തെ കണ്ടില്ല. അല്ലാണ്ട് മൃഗങ്ങളെയൊന്നും കണ്ടില്ല. 2 മിനിറ്റ് ഇരുന്നിട്ട് പോവാ. നമ്മൾ സമയത്തിലായി ഇപ്പോൾ. നമ്മളെന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാൻ 5:30 ആകുമ്പോൾ തുടങ്ങിയതാണ് ട്രക്കിങ്. 6:45. താഴേക്ക് ഒന്ന് സ്ലിപ്പായി വീണു കേട്ടാ. ഉരുണ്ടങ്ങ് പോയി. ഫുള്ള് ചളിയായി, തലയിലെല്ലാം ചളിയാണ്. തട്ടിക്കളഞ്ഞ ഒന്നും പറ്റിയില്ല. കയ്യിലെ ഫുള്ള് മണ്ണായി. വഴി കഴിഞ്ഞു. ഇനി എനിക്ക് വേണമെങ്കിൽ മുകളിലേക്ക് മെല്ലെ കയറിപ്പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ വഴി ഏതാതെ കണ്ടുപിടിക്കണം. അല്ലാതെ രക്ഷയില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെങ്ങോട്ടാണെന്നില്ല, നെറ്റും ഇല്ല, നോക്കാനൊന്നുമില്ല. നോക്കട്ടെ, മുകളിലേക്ക് കയറി നോക്കാം. ഏതോ ജീവിൻ്റെ ഒരു എല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാട്ടുപോത്ത് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഹാർഡാണ്, വലിപ്പമുണ്ട്. ഇത് നമ്മളെ കുരങ്ങൻ. അങ്ങോട്ട് 2-3 സ്ലിപ്പായി വീണിട്ടാ. കാലെല്ലാം അടിയടി തോലം പോയിട്ടുണ്ട്. എൻ്റെ പാൻറ്റെല്ലാം കീറി. പാറക്ക് കൊളുത്തിയതാ. ഒരു മരത്തിന് പിടുത്തം കിട്ടിയോണ്ട് അധികം ദൂരെ പോയില്ല. വീടുന്നത് താഴെ ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ. കാലിൽ തോലം പോയി തോന്നുന്നു. സാറില്ല. അമ്മേ, ഈയിലെ കൂടെയുള്ള ഒരു മനുഷ്യൻ ട്രക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1-1.5 ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. ആരെയും കാണുന്നില്ലല്ലോ, അതാണ്. നമുക്ക് നൈസായിട്ട് വഴി തെറ്റിയതാ കേട്ടോ. വീടുന്നൊരു ചങ്ങായി കുതിരേനെ കൊണ്ട് പോകണ്ടായിരുന്നു. ചങ്ങായിനെ കണ്ടിട്ട് ചോദിച്ചു. ചങ്ങായി പറഞ്ഞു, ഒന്നെങ്കിൽ ഇതിന് താഴെ പോയിട്ട് പോകണം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോയിട്ട് പോകണം. 2 വഴിയുണ്ട്. താഴെ പോയിട്ട് പോകുന്ന എളുപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി കേട്ടോ. അവസ്ഥയാണ് അവസ്ഥ. അയ്യോ, സമയം കുറേ ആയിപ്പോയി. ഈ സമയം കൊണ്ട് നമുക്ക് പീക്കിലെത്തായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ഇത് ആ ചങ്ങായിൻ്റെ കുതിരയും ഇതല്ല കേട്ടോ. അയ്യോ, പട്ടി വരക്കുന്നുണ്ട്. ആ ചങ്ങായിൻ്റെ കുതിരയും മറ്റേ കുറച്ച് എരുമയെല്ലാം ഉണ്ട്, അതല്ലോ. पूरा इंडिया अच्छा, अभी कहाँ का है बोलो? केरला। हाँ, खाली घूमने के लिए आ रहा കേരള. 1 മണിക്കൂറും കൂടെ കയറാൻ കേട്ടാ. വഴി തെറ്റിയതാ. ഇല്ല, ഏലുമലിൻ്റെ എത്തിയാണേ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു മല കണ്ടിട്ട് അതാന്ന് വിചാരിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചു. ആ മലയല്ല, അതിന് നേരെ ഓപ്പോസിറ്റിലെ മലയാ. ആ മല ഫുള്ള് ഞാൻ ഇറങ്ങിയവരാണ് മറ്റേ പശുവിനെ നോക്കുന്ന ടീമിനെ കണ്ട. അവർ ഷെഡലാക്കിയിട്ട് പശുവിനെ നോക്കുന്നുണ്ട്. അവർ വഴി പറഞ്ഞു തന്നു. ഈ സമയം കൊണ്ട് അവിടെ എത്തിയിട്ട് തിരിക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുക, പക്ഷേ ഫുൾ അഡ്വഞ്ചറായിരുന്നു കേട്ടോ. അയ്യോ, എൻ്റെ പാൻറ്റ് നല്ലൊരു അമേരിക്കൻ ഈഗിളായിരുന്നു, പോയി സാറില്ല. നല്ലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി നോക്കട്ടെ. വഴി നല്ല കുന്നാണ് കേട്ടോ. അമ്മേ, ചത്തു. കുതിര പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ ചവിട്ടി കളച്ചിട്ടിട്ടുണ്ട്. സിംഹവാലം കുറങ്ങ കേട്ടോ. എന്നെ കണ്ടിട്ട് പരക്കി ഓടുകയല്ലേ. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ.
ഇഷ്ടം പോലെ ഉണ്ട്. കയറി പോകുന്ന വഴിയെല്ലാം കുറച്ച് ടാസ്ക്കാണ്. വന്ന വഴിയെല്ലാം കോട വന്ന് മൂടി കേട്ടോ. താഴേക്കുള്ള ഒന്നും കാണൂല, ഫുള്ള് മൂടി. അയ്യോ, റെസ്റ്റോട് റെസ്റ്റാ, നടക്കുന്നില്ല, വണ്ടി വരികയുന്നില്ല. സ്വർഗം സ്വർഗം, ഫുൾ കോട മൂടി. എവിടെ പോയാലും പട്ടീനെ കിട്ടും കേട്ടോ. ഈ കാട്ട് പോയിട്ട് പട്ടീനെ കിട്ടി. ഒരു പശുവിനെ മേയ്ക്കുന്നുണ്ട് ഇവിടുന്ന്. ഓൾമോസ്റ്റ് നമ്മൾ എത്തിയട്ടോ. ആ കാണുന്ന മുകളിലേക്ക് എത്തേണ്ടത്. പെട്ടെന്ന് ചത്തു. സംബന്ധിച്ച വഴി മാറിയിട്ട് ഞാൻ ഇടിലോ പോയി. ഇവിടുത്തെ ആൾക്കാർ തന്നെ എന്നോട് പറയുന്നത്, നീ എങ്ങോട്ടല്ല പോയത്, ആരെങ്കിലും ഒരാൾ കൂട്ടിക്കൂടായിരുന്നു അല്ല ചോദിച്ചത് ലോക്കൽ. പിന്നെ ഒറ്റയ്ക്ക് വന്നതിന് അവർ പറഞ്ഞു കേട്ടോ, ഒറ്റയ്ക്ക് ഒന്നും വരില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ അങ്ങനെയെങ്കിലും പറഞ്ഞു. കാട്ടിലെ സ്ട്രോബെറി കേട്ടോ, ഞാൻ കുറേ പറിച്ച് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് അതേ ടേസ്റ്റ് കേട്ടോ. ഹായ്. അപ്പോൾ അതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി നാട്ടിൽ. പിന്നെ എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാത്രമല്ല, അവിടെ നല്ല കോടമഞ്ഞായിരുന്നു, ഫുള്ള് കോടയായതുകൊണ്ട് നമുക്ക് അധികം ഒരു വ്യൂ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്ന് ശരിക്കും നമുക്ക് ഹിമാലയത്തിന് നല്ല വ്യൂ കിട്ടേണ്ടതാണ്. അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുപോലെ നല്ല നല്ല കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ആടിനെയും എരുമേനെയൊക്കെ തീറ്റാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് താഴെ ഗ്രാമത്തിൽ ഭയങ്കര ചൂടായതുകൊണ്ട് അവർ ഈ ഒരു സീസണിൽ അവർ ആ കാട്ടിലാണ് ജീവിക്കുക. 2-3 മാസം മാക്സിമം. മഴ പെയ്യുന്നവരെ അവർ അവരെ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കാടിനുള്ളിൽ തന്നെ ഒരു വീടിൻ്റെ ഒരു സെറ്റപ്പ്. വീട് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് കല്ല് അടുക്കി വെച്ചതാണ്, എന്നിട്ടൊരു പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്താണ് അവർ താമസിക്കുന്നത്. പിന്നെ അവരുടെ മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നിച്ചുണ്ടാവും, പട്ടി അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2-3 മാസം അവർ അവിടെയാണ് ജീവിക്കാറ്. അങ്ങനെയുള്ളൊരു 3 വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല നടന്ന് ക്ഷീണിച്ച് വളരെ ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ പല്ല് തേച്ച് പോയതാണ്. ഒരു വെള്ളമോ കാര്യമോ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല, പട്ടിണിയായിരുന്നു. രാവിലെ പോയിട്ട് ഞാൻ വൈകുന്നേരം 4:30 താഴെ എത്തിയ സമയത്ത്. അപ്പോൾ അത് എനിക്ക് ഫുഡൊന്നും ഉണ്ടായില്ല. ഉച്ചയാകുമ്പോഴത്തേനും നല്ല ക്ഷീണം പിടിച്ചു, കുടിക്കാൻ വെള്ളം പോലും കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീട് സെറ്റപ്പ് കണ്ടുകൊണ്ട് അവർ ഈ മരം വെട്ടുന്നവർ ഒച്ച കേട്ടിട്ട് ഞാൻ അതിന് ഡയറക്ഷൻ അതിനെ നോക്കി അങ്ങോട്ട് നടന്നു. അങ്ങനെ ഒരു വീട് കണ്ടു, അവിടെ പോയി അവരായിട്ട് സംസാരിച്ചു. അവർ പിന്നെ ചായയൊക്കെ വെച്ച് തന്നു, കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടോ. അങ്ങനെ 3 വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ജീവിതവും അവർ ചെറിയ വീട് കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു അവസ്ഥ. ഫോൺ ഓഫായി പോയി, ഫോണിൽ ചാർജ് ഉണ്ടായില്ല. പിന്നെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഉത്തരാഖണ്ഡ് മുസൂരി ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ നാഗ്ടിപ്പ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോവാം. പ്രോപ്പർ വഴിയുണ്ട്. പ്രോപ്പർ വഴി ഞാൻ തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്ന സമയത്ത് അവസാനത്തെ ഒരു അരമണിക്കൂർ മുന്നാണ് ഞാനത് കണ്ടുപിടിച്ചത്. അത്രയും സമയം ഞാൻ ആ കാട്ടിലെ കൂടെ അലയായിരുന്നു. കാരണം ഒന്നും മനസ്സിലാകുന്നില്ല, ഡയറക്ഷൻ മനസ്സിലാകുന്നില്ല, ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ, ഞാൻ എവിടുന്നാണ് വന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കുറേ നടന്ന് ടോട്ടല് 10 കിലോമീറ്ററാണ് ഒരു സൈഡ് ഉള്ളത്. പക്ഷേ എനിക്ക് അറിയില്ല ഞാൻ എത്ര കിലോമീറ്റർ നടന്നു. ആദ്യത്തെ മാത്രം നടന്നിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് നടത്തായിരുന്നു കാട്ടിലെ കൂടി. അത് നടക്കാൻ സ്ഥലമില്ല, കുറേ വീണു, കാലൊക്കെ പൊട്ടി, പാൻറ്റെല്ലാം കീറി, അങ്ങനെ കുറേ. എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ നാഗ്ടിപ്പ എന്തായാലും മിസ്സാക്കാതെ ഒരു ദിവസം പോവാം കേട്ടോ. രാവിലെ കയറിയാൽ മതി. ശരിക്കും 3 മണിക്കൂർ കൊണ്ട് മുകളിലെത്താൻ പറ്റുന്നതാണ്. പക്ഷേ വഴി മാറിപ്പോയത് കൊണ്ട് എനിക്ക് പിന്നെ മുകളിലെത്താനും സാധിച്ചു. മുകളിലെത്തി വ്യൂ കണ്ടു. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിൾ പോയി കണ്ടു. പിന്നെ അതിന് മുകളിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റ് ഇല്ലേ, ഫുൾ പച്ച പരവതാനി, ആ ഒരു ടൈപ്പ് ഒരു വ്യൂ പോയിൻ്റാണത്. അത് നല്ല രസമാണ്. അവിടെ കുറേ ഞാൻ പോയ സമയത്ത് അവിടെ കുറച്ച് കുതിരേനൊക്കെ ഇവർ പിന്നെ തീറ്റാനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫോട്ടോ എടുക്കാൻ ഫോണിൽ ചാർജ് ഉണ്ടായില്ല.
ചാർജ് ചെയ്യാൻ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, കാർഡായിപ്പോൾ ഇല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ട്രെക്കിങ്. എന്താ പറയുക, ഞാൻ ഇത്രയൊന്നും വിചാരിക്കാതെയാണ് പോയത്. ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ പണി പാളിപ്പോയി. പണി പാളിയെന്ന് വെച്ചാൽ ഞാൻ എത്തിയത് വൈകുന്നേരമായിപ്പോയി. വഴി തെറ്റിയതുകൊണ്ട് കുറേ അനുഭവിച്ചു. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പിന്നെ അടുത്ത ട്രെക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ കേദാർനാഥാണ്. കേദാർനാഥ്, ബദ്രിനാഥ്, പിന്നെ നമ്മുടെ താഴെ തുംഗനാഥ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാം കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇത് പിന്നെ ആരും ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ പോയത്. വീക്ക് ഡേയ്സുമാണ്, ഒരു മനുഷ്യനുണ്ടായില്ല. മുകളിൽ ഇവരെ ആ ലോക്കൽസ് അവിടെ പിന്നെ കുടിലെല്ലാം കെട്ടി താമസിക്കുന്നതുകൊണ്ട് കുടിക്കാനെങ്കിലും വെള്ളം കിട്ടി, ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു അനുഭവങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അതിനകത്ത് വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം എന്തായാലും നമ്മൾ കാട്ടിലാണ്, വേറെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. അത്ര ഉള്ള നോയ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വെച്ച്, പിന്നെ വെറുതെ BGM ഒക്കെ ഇട്ടിട്ട് വെറുതെ അലമ്പാക്കണ്ടല്ലോ. ഉള്ള വോയിസ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.